ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പച്ചക്കറികൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാലയ്ക്ക് പകരം ചിക്കൻ്റെ ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലും കൂടെ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 3-4 ചെറിയ അല്ലി വെളുത്തുള്ളി കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കൂടെ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് കണക്കായിട്ട് ചേർക്കാവുന്നതാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ചേർത്തത്. അതുകൂടാതെ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രമേ നിങ്ങൾ പച്ചമുളക് ചേർക്കാൻ പാടുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സവാള ഈ ഒരു പരുവത്തിൽ നമുക്ക് വഴണ്ട് കിട്ടിയാൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗരം മസാല ഒന്നും അധികം ആവരുത്. അധികമായാൽ ഈ സ്നാക്സിന് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വളരെ കുറച്ച് മാത്രം നിങ്ങൾ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നാൽ നമുക്കിതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് വേവിച്ചതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേവിച്ചിട്ടും ചേർക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സായി വന്നാൽ നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികം വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കൈ വെച്ച് ഉടച്ച് നോക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടണം. അതുവരെയാണ് നിങ്ങളിത് അടച്ചു വെച്ച് വേവിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസിൻ്റെ കൂടെ വേവിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രീൻ പീസ് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളെ സമൂസയ്ക്ക്. അപ്പോൾ ഇതെന്തായിട്ടും ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചിട്ടും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ മസാലയുടെ ഉപ്പൊക്കെ നോക്കാം. അഥവാ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മൾ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മാവ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാവ് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ചപ്പാത്തിയുടെ ആ ഒരു കട്ടിയിലാണ് നിങ്ങളിത് കുഴച്ചെടുക്കേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ച് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി കുറച്ച് എണ്ണ ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഉരുളകളാക്കിയിട്ട് എടുക്കുക വേണ്ടത്. ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. പൂരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയ ഉരുളകളാണ് വേണ്ടത്. അധികം വലുതാകരുത്. അപ്പോൾ ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൂരി പ്രസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു തിക്നെസ്സിലാണ് നിങ്ങളിത് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പരത്തിയെടുത്തതിന് കണക്കായിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഇത് ഒട്ടിച്ചെടുക്കണം.
ഇനി ഇതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ അറ്റത്ത് ബാക്കി വരുന്ന ഭാഗം ഞാൻ മുറിച്ച് കളയുന്നുണ്ട്, നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് ഈ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. അതുകൂടാതെ നല്ലൊരു ഡിസൈനും കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നിങ്ങൾ ആക്കിയെടുക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവൊക്കെ ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഓയിൽ നന്നായി ചൂടായി വന്നാൽ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായി വന്നതിന് ശേഷം ഗ്യാസ് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ ലോ ഫ്ലെയിമിലും ആവരുത്. ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരുപാട് എണ്ണ വലിച്ചെടുക്കും. ഇത് ഒരു ഭാഗം ആയി കിട്ടിയാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിനെ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മൈദമാവ് വെച്ച് ഉണ്ടാക്കുന്നത് പോലെ കുറേ നേരം അത് അത്ര ക്രിസ്പി ആയിട്ടിരിക്കില്ല. ഉണ്ടാക്കി എടുത്ത ഉടനെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള സ്നാക്സാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.